അച്ഛന്റെ കാൽ കീഴിലെ അടിമയെ പോലെ വണങ്ങി നിൽക്കരുത്. പറയുന്നതല്ല അതേപടി അനുസരിച്ച് കീ കൊടുത്ത പാവയെ പോലായി മാറരുത്. തെറ്റു പറഞ്ഞ തിരുത്താനും മറുപടി പറയേണ്ടടുത്ത് ചുട്ട മറുപടി പറയാനും ധൈര്യം ഉണ്ടാവണം. സമ്മതിച്ചോ? വേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ട്. പറു, അമ്മ എല്ലാം ക്ഷമിച്ചില്ലേ? കഴിഞ്ഞൊക്കെ മറക്കുകയും ചെയ്തു. എന്നിട്ടും പാറുവിനൊരു സന്തോഷമില്ലല്ലോ ഇപ്പോഴും. ഇനിയിപ്പോ അമ്മാവന്റെ അപ്പച്ചിയുടെ മുമ്പില് നാടകം കളിക്കാനുള്ള പ്രയാസമാണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെന്താ മനസ്സില്? അല്ല, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് വിരുന്നിന് പോവണ്ട ഗിരിയേട്ടാ. എനിക്കതിന് താല്പര്യമില്ല. എന്തുപറ്റി? അമ്മ സന്തോഷത്തോടെ വിളിക്കുന്നല്ലേ, അപ്പൊ പോവായിരുന്നു എങ്ങനെയാ? മാത്രമല്ല, പാറുവിനെയും കൂട്ടി വരാന്ന് ഞാൻ അമ്മാവനും അപ്പച്ചിക്കും വാക്ക് കൊടുത്തതാ. അച്ഛനെല്ലാം മറന്നു ഗിരിയേട്ടന് ഉറപ്പാണോ? അതിനെന്താ സംശയം? കഴിഞ്ഞൊക്കെ കഴിഞ്ഞു എന്ന് അമ്മ എന്റെ മുഖത്ത് നോക്കി നേരിട്ട് പറഞ്ഞതല്ലേ. എനിക്കതത്ര വിശ്വാസം പോരാ. പാറു, സംശയിക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലൊന്നും വച്ചിട്ടല്ല അമ്മ നമ്മളെ വിരുന്നിൽ ക്ഷണിക്കുന്നത്. അതങ്ങനെ തന്നെയാ, ഉറപ്പായിട്ടും. ഗിരിയേട്ടൻ എൻ്റെ അച്ഛൻ്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന മറ്റൊരു മുഖം കൂടി അച്ഛനുണ്ട്. ഗിരിയേട്ടൻ അത് കണ്ടിട്ടില്ല. ഗിരിയേട്ടൻ എന്നല്ല, ഞാനും അമ്മയും ഒഴികെ കരുനെല്ലിക്കാവിൽ ആരും ആ മുഖം കണ്ടിട്ടില്ല. പാറുവിന് അമ്മഹനോടുള്ള പേടിയുണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്ക് പേടിയല്ല, ആ മനുഷ്യനോട് വെറുപ്പാ. പാറുവിന്റെ അച്ഛനെ കുറിച്ച് എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിക്കണം. എത്ര വെറുപ്പുണ്ടെങ്കിലും അതൊന്നും മനസ്സിൽ കൊണ്ട് അടക്കരുത്. അതൊക്കെ മറന്നു കളയണം. ഇത്രയും കാലം ഞാൻ അനുഭവിച്ചൊന്നും പെട്ടെന്ന് മറക്കാനാവില്ല ഗിരിയേട്ടാ. പാറു, അമ്മാവൻ ഇത്തിരി വാശിയും കർക്കശമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പാറുവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ വേണം ചിന്തിക്കാൻ, അല്ലേ? പാറു, നോക്ക്, എന്റെ അനിയത്തിമാരെ എനിക്ക് ജീവനാ എന്ന് കരുതി ഞാൻ ഇടയ്ക്കൊക്കെ അവരെ ശാസിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നില്ലേ? ആന്തിനാ? അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? അങ്ങനല്ലേ? ഗിരിയേട്ടനോട് ഇതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ആരെയും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. പാറു, ഒരു കാര്യം ഞാൻ പറയാം, അമ്മാവനെ വിശ്വസിക്കാം, കണ്ണടച്ച് തന്നെ വിശ്വസിക്കാം. അമ്മാവനോടുള്ള സ്നേഹവും ഭക്തിയും കൊണ്ട് ഗിരിയേട്ടനെ കണ്ണ് കാണാതായിരിക്കുക. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ തിരുത്താം. പാറു, പാറു, പാറു എന്താ ആലോചിക്കുന്നു? നമുക്ക് അമ്മാവനോടുള്ള വെറുപ്പും വിദ്വേഷവും കളഞ്ഞിട്ട് വിരുന്നിന് പോവാം. ശരി, ഗിരിയേട്ടന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ വിരുന്നിന് വരാം. അത് കേട്ടാ മതി, അത് മതി. നാളെ നമ്മള് പടനിലത്തെത്തുമ്പോ അമ്മാവനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും പാറുവിന് മാറിക്കോളും, അതുറപ്പാ. പക്ഷേ നമ്മൾ വിരുന്നിന് പോകുമ്പോ ഞാൻ പറയുന്ന ചില നിബന്ധനകൾ ഗിരിയേട്ടൻ അനുസരിക്കണം. പാറു പറഞ്ഞു. പാറു പറയുന്ന എന്ത് ഞാൻ കേൾക്കാറില്ലേ? പറഞ്ഞു. അവിടെ എത്തിയ ഗിരിയേട്ടൻ ഒരിക്കലും ഒരു പാവത്താന പോലെ നിൽക്കരുത്. അച്ഛന്റെ കാൽ കീഴിലെ അടിമയെ പോലെ വണങ്ങി നിൽക്കരുത്. പറയുന്നതല്ല അതേപടി അനുസരിച്ച് കീ കൊടുത്ത പാവയെ പോലായി മാറരുത്.
തെറ്റ് പറഞ്ഞ തിരുത്താനും മറുപടി പറയേണ്ടടുത്ത് ചുട്ട മറുപടി പറയാനും ധൈര്യം ഉണ്ടാവണം. സമ്മതിച്ചോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കെങ്കിൽ മാത്രം നമുക്ക് വിരുന്നിന് പോവാം. സമ്മതിച്ചോ? പാറു, എനിക്ക് അമ്മാവൻ സമ്മതിച്ചോ? അപ്പൊ നമുക്ക് നാളെ രാവിലെ പോവാം. ഹായ്, ഇതെന്താ ഇവിടെ? വിരുന്നാണോ അതോ കരിനെല്ലി കവലമ്മയുടെ ഉത്സവോ? വീട് അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് അമ്മാവൻ. കൊള്ളാല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ആ, രാജകീയമായ സ്വീകരണമാണല്ലോ. ഏട്ടത്തിയമ്മേ, അമ്മാവന് നിങ്ങളോട് പിണക്കൊന്നുമില്ലെന്ന് ഈ ഒരുക്കങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ? പടനിലത്ത് പത്മനാഭനല്ലേ ആള്. ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ഹാ, നിങ്ങൾ എത്തിയോ? വാ എല്ലാരും. ഹാ, നിക്ക്. അല്ല, നിങ്ങളെല്ലാരുവേ ഒരു നിമിഷം ഇവിടെ തന്നെ നിന്നോ. അല്ല, വിവാഹം കഴിഞ്ഞ ആദ്യമായിട്ടല്ലേ ഗിരിയും പാറും ഇങ്ങോട്ട് വരുന്നത്. അപ്പോ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അതാ ആചാരം. ഭാഗ്യേ, ദാ വരണോ. മക്കള് വന്നു. ആരതി എടുത്തിട്ട് പെട്ടെന്ന് വാ. ഭാഗ്യേച്ചി, ആരതി. ഭാഗ്യേ, ദേ എത്തി.